ഇഗ്നോൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഒരു രണ്ടാമത്തെ യൂണിറ്റ് വരുന്നതാണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇന്നോവേഷൻ എന്താണെന്നാണ്. ഇൻവെൻഷൻ, ക്രിയേറ്റിവിറ്റി. മെയിനായിട്ട് ഇന്നോവേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് മെയിൻ. അപ്പം അതിൻ്റെ മൂന്നെണ്ണത്തിന് ഡിഫറൻസ്, പിന്നെ ഇന്നോവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഇന്നോവേഷൻ്റെ പ്രോസസ്സ്, ടൈപ്സ്, മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഭവം പഠിക്കാനുണ്ട്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ്, പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, പിന്നെ സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻക്യുബേറ്റർ എന്താണെന്നൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലോബലി പറയണ ഒരു വൈഡായിട്ടുള്ളൊരു ടേംസാണ്. ഓരോരോ ടെക്നോളജിയിൽ ഇൻവെൻഷൻസ് എല്ലാ സംഭവങ്ങളൊക്കെ വരുന്നൊരു ടേമാണ് ഇന്നോവേഷൻ, ടെക്നോളജി. അപ്പം ഇന്നോവേഷനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ടെക്നോളജീനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്നോവേഷനും എന്താണെന്ന് പഠിക്കണം. ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തോട്ട്സിനൊക്കെയാണ്, അല്ലെങ്കിൽ ന്യൂ ഇമാജിനേഷൻസ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് ഇന്നത്തെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിന് അനുസരിച്ചുള്ള അതിൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ഇതാണ് ട്രെൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഇപ്പം അത് എത്രത്തോളം ബെറ്ററാണ്, അങ്ങനത്തെ എന്തൊക്കെ ക്രിയേറ്റീവ് ഐഡിയാസ് കണ്ടുപിടിക്കുന്നതിനൊക്കെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുക, അതൊക്കെയാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ പല്ല് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീം സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത് ബ്രഷായി, അപ്പോൾ ഇന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറി. അതേപോലെ തന്നെ മൊബൈൽസിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ പല വ്യത്യാസങ്ങളും നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞാൽ ഒരു ഇന്നോവേഷനാണ്, ഒരു മാറ്റങ്ങളാണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഉണ്ടാക്കുക, ഡിസ്കവർ ചെയ്യാം. ഇപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തൊരു സംഭവമാണ് എയറോപ്ലെയിൻ അല്ലേ. അതേപോലെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സാധനം, ഒരു ക്രിയേറ്റീവ് തോട്ട്സ്, ഒരു ഐഡിയ, അങ്ങനെ നോളജ്, അതിനൊക്കെയാണ് ക്രിയേറ്റീവ്സ് എന്ന് പറയുക, ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. പിന്നെ പറഞ്ഞാൽ ഇൻവെൻഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഐഡിയാസ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഐഡിയാസും കാര്യങ്ങളാണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെൻഷനെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് നല്ല ടെക്നോളജിക്കൽ സംഭവങ്ങളൊക്കെ മാറ്റുന്നതിനാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഇതാണ് ക്രിയേറ്റിവിറ്റി ഒരാളെ ഇമാജിനേഷനും കാര്യങ്ങൾക്കൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. ഇയാളൊരു നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരാളാണ്, നല്ല തിങ്കിങ് ഐഡിയാസൊക്കെ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ. ഇൻവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഡെവലപ്പ് ചെയ്യണത്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടെക്നോളജിക്കലായിട്ടുള്ള ഒരു വേർഡും ഫോമുമാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് അതൊന്നും ഇതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇന്നോവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇന്നോവേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനൊക്കെ ഇന്നോവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോരോ സമയത്തും ഉള്ള മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ കണ്ടുപിടുത്തം നടക്കാതെ ഒരു ഐഡിയാസ്, ഈ ക്രിയേറ്റിവിറ്റീനെ ഇൻവെൻറ്റ് ചെയ്ത് അത് തന്നെ ഇന്നോവേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടുന്നതൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. പലതരത്തിലുള്ള റിസ്ക്കും അതിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ അതൊക്കെ കടന്ന് ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്ത് നമ്മളെ ഓർഗനൈസേഷൻ മാറും. പിന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ മെക്കാനിക്കൽ ഫീൽഡ് ഉണ്ട്. ഇപ്പം സോഫ്റ്റ്വെയർ എൻജിനീയർ, കമ്പ്യൂട്ടർ എൻജിനീയർ പറഞ്ഞാൽ, പിന്നെ ആർക്കിടെക്ചറൽ എൻജിനീയർ. ഇതിലൊക്കെ ഇപ്പോൾ ഈ എൻജിനീയറിങ്ങിൻ്റെ ഈ സോഫ്റ്റ്വെയർ എൻജിനീയർ, കമ്പ്യൂട്ടേഴ്സ് റിലേറ്റഡ് എൻജിനീയർ ആണെങ്കിൽ അവിടെ കുറേ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഇനി മെഷീനറീസും കാര്യങ്ങൾക്കും അതിലും കുറേ ഇൻവെൻഷൻസ് നടക്കുന്നുണ്ട്. ഓരോ ടെക്നോളജി ഇതൊക്കെ കൂടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജിക്കൽ ഇന്നോവേഷനാണ് അതൊരു ഇത്. അപ്പോൾ അതേപോലെ IT, കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക്സ് മാത്രമല്ല, അതിനേക്കാളും മേലെയാണ്. അപ്പോൾ പല ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻസ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ടെക്നോളജിക്കൽ ഫീൽഡിൽ. പിന്നെ ഇന്നോവേഷൻ്റെ പ്രോസസ്സ്
5 തരത്തിലുള്ള ഇന്നോവേഷൻ പ്രോസസ്സ് ഉണ്ട്. ആദ്യം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന് സ്ക്രീനിങ് നടത്തുക. ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് MP3 പ്ലെയർ ആയിരുന്നു. MP3 പ്ലെയർ ഇപ്പം ഐപോഡാണ്. ഇപ്പം ഉള്ള സാധനത്തിന് പിന്നെ ഉള്ളതാണ് സ്ക്രീനിങ് നടത്തുക. അവിടുത്തെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനേജേഴ്സ് ഒക്കെ ഇതിന് സ്ക്രീനിങ് നടത്തുക എന്ന് വെച്ചാൽ screening is very bad. The ideas generated do not have skill to advocate their ideas. So it is important that the managers working in the field to facilitate the idea which need to be considered for screening. അപ്പോൾ മാനേജേഴ്സാണ് ആദ്യം നോക്കുന്നത്. പിന്നെ അത് എക്സ്പെരിമെൻറ്റേഷൻ നടത്താം. പിന്നത്തേതാണ് എക്സ്പെരിമെൻറ്റേഷൻ. അതായത് അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ആമസോണൊക്കെ 2007 വന്ന സമയത്ത് അതിൻ്റെ ഐഡിയ ലോഞ്ച് ചെയ്തു. അപ്പം അതിനാദ്യം എന്ത് ചെയ്തു, അത് ഓക്കെ ആണോ സക്സസ് ആണോ എന്ന് നോക്കി. പിന്നുള്ളതാണ് കൊമേഴ്ഷ്യലൈസേഷൻ. അതിൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ട് നമ്മൾ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അതിനെ ലോഞ്ച് ചെയ്യുക ടാർഗറ്റഡ് മാർക്കറ്റിൽ. പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതായത് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഇന്നോവേഷനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നമ്മളൊരു തേങ്ങ ചിരവണ മെഷീനാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ ഐഡിയ നോക്കുക. ഓക്കെ ആണ്. അതായത് ഇങ്ങനെ നമുക്കൊരു തേങ്ങ ചിരവണ മെഷീന് ഇങ്ങനെ ഒരു പല മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പം അത് ഓക്കെ ആണോ നോക്കുക. പിന്നെ അതിനെ സ്ക്രീനിങ് എടുത്ത് അവിടുത്തെ ആൾക്കാർ മാനേജേഴ്സൊക്കെ അതിനൊന്ന് സ്ക്രീനിങ് ചെയ്യുക. അത് ഓക്കെ ആയിട്ടൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊക്കെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒന്ന് നോക്കുക അത് സംഭവം ശരിയാവുമെന്ന്. പിന്നെ അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ചില ഒരു മാർക്കറ്റിൽ പിന്നെ അതിൻ്റെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നോക്കിയിട്ട് അതിനെ ടാർഗറ്റഡ് മാർക്കറ്റിൽ ഇറക്കുക. പിന്നാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് അവൈഡായിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ അത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് ജസ്റ്റ് പഠിച്ചിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നോവേഷൻ്റെ ടൈപ്സാണ് ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻ, ഡിസ്ട്രപ്റ്റീവ് ഇന്നോവേഷൻ, ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ, റാഡിക്കൽ ഇന്നോവേഷൻ. ഇൻക്രിമെൻ്റൽ പറയണത് എന്താ വെച്ചാൽ ഭയങ്കര ജനപ്രിയമായിട്ടുള്ളൊരു ടേമാണ്. ഇവിടെ എന്താ വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ഫേസ്ബുക്ക് എടുക്കുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം. ഇപ്പോൾ പണ്ടൊക്കെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പബ്ലിക് ആയിരുന്നു. പിന്നെ അതിനത് പ്രൈവസി ക്രീപ്പ് ചെയ്തു. അപ്പോൾ മെല്ലെ അതിനെന്തൊക്കെ കസ്റ്റമേഴ്സിന് മെല്ലെ ആയിട്ടാണ് അതിൻ്റെ സ്റ്റെപ്പ് പോകുന്നത്. അതേപോലെ ഡിസ്ട്രപ്റ്റീവ് ഇന്നോവേഷൻ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭയങ്കര കോസ്റ്റ്ലിയാണ് ആർക്കും അതൊരു കുറച്ച് ടഫായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആപ്പിൾ ഐഫോൺ ഇറക്കിയില്ല. അതിപ്പോൾ ഭയങ്കര വേറെ ആരോടും മുട്ടിച്ച് നിൽക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ഡിസ്ട്രപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയാം. പിന്നാണ് ആർക്കിടെക്ചർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഈ IBM ലാപ്ടോപ്പിലൊക്കെ വരുന്ന ഡെല്ല് ഒക്കെ പറയുന്ന ഓരോതൊക്കെ കൈൻഡ് ഓഫ് ഇന്നോവേഷനാണ് ആർക്കിടെക്ചർ ഇന്നോവേഷൻ. അതായത് ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് മെല്ലെ ടെക്നോളജി മാറ്റുന്ന ഓരോരോ ഡിഫറെൻറ്റ് മാർക്കറ്റിൽ അങ്ങനെ ഓരോ ടെക്നോളജിക്ക് മാറ്റം വരുത്തുക. പിന്നുള്ളതാണ് റാഡിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കും. ഇപ്പം ഇന്നത്തെ നമ്മളെ ഫീൽഡിൽ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളൊരു സംഭവം ടേമുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല എന്താ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളത്. ഇവിടെ ക്രൗഡ് ഫണ്ടിങ്ങിൽ പറയണ ഭയങ്കര ഈ ഓൺലൈനിലൊക്കെ ആയിട്ട് ആൾക്കാരെ ഓരോരോ പേഴ്സൺ ബൈ പേഴ്സൺ ആയിട്ട് ഇങ്ങനെ നമുക്കൊരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്രൗഡ് ഫണ്ടിങ്.